ഹോം പ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വന്തമായൊരു വീട് നമ്മളിൽ പലരുടെയും ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ്. എന്നാൽ അത് സാക്ഷാത്കരിക്കാൻ ആവശ്യമായ സമ്പാദ്യം നമ്മുടെ കൈവശം ഉണ്ടാവണമെന്നില്ല. അപ്പോഴാണ് നാം വായ്പകളടക്കമുള്ള മറ്റ് മാർഗങ്ങൾ തേടി പോകുന്നത്. വീടുപണി പൂർത്തിയാക്കാൻ പണം തേടുന്നവരുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്ന ചോദ്യമാണ്, ഹോം ലോൺ വേണോ അതോ ചിട്ടിയിൽ ചേർന്നാൽ മതിയോ എന്നത്. ഇവയ്ക്ക് രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. എങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വലിയ രീതിയിൽ ബാധ്യതയാവാതെ വീടുപണി പൂർത്തിയാക്കാൻ ഇവ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇതിലേത് വേണമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒറ്റവാക്കിൽ പറയാൻ കഴിയുന്നതല്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഇവയുടെ പ്രത്യേകതകൾ പരിശോധിച്ചാൽ മാത്രമേ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയൂ. ആദ്യം ഹോം ലോണിനെ പരിഗണിക്കാം. നമ്മൾക്ക് വീടുപണി സമയത്ത് ഏറ്റവും ഗുണകരമാകുന്നത് ഹോം ലോണുകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിലും അതിനായി ഇറങ്ങി പുറപ്പെടും മുൻപേ ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് വരവിനനുസരിച്ചുള്ള ചിലവെന്ന ലളിതമായ സൂത്രവാക്യം. ഒരിക്കലും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് വീടുപണിയിൽ അനുകരണം നടത്തരുത്. നിങ്ങളുടെ ബജറ്റ് മുൻകൂട്ടി നിശ്ചയിച്ച് അതിനനുസരിച്ച് മാത്രം ഹോം ലോൺ എടുക്കുക. ഹോം ലോൺ എടുത്ത തുക മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇത്തരം വായ്പകൾ എടുക്കുന്നത് നല്ല സ്ഥാപനത്തിൽ നിന്നായിരിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നാട്ടിൽ ഒട്ടനേകം ധനകാര്യ സ്ഥാപനങ്ങൾ കൂണുപോലെ മുളച്ചുപൊന്തിയ കാലമാണ്. പരമാവധി ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്ന് തന്നെ വായ്പ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ലോൺ എടുക്കുന്നവർ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് മറ്റ് ചാർജുകളുടെ പേരിലാണ്. ഇതിനായി ആദ്യം വായ്പകളുടെ വ്യവസ്ഥകളും മറ്റ് നിബന്ധനകളും കൃത്യമായി മനസ്സിലാക്കണം. കൂടാതെ ഹിഡൻ ചാർജുകൾ, പ്രോസസിംഗ് ഫീ എന്നിവ ഉണ്ടോ എന്നും പരിശോധിക്കണം. റിസർവ് ബാങ്ക് നിരക്കുകൾക്കനുസരിച്ച് വായ്പയുടെ പലിശയിൽ മാറ്റമുണ്ടോ എന്ന് കൃത്യമായി നിരീക്ഷിക്കുക. അടുത്തത് ചിട്ടി. വീടുപണി തുടങ്ങുന്നവർക്ക് ആശ്രയിക്കാവുന്ന മറ്റൊരു സ്രോതസ്സാണ് ചിട്ടികൾ. നാട്ടിൻപുറങ്ങളിലെ സാധാരണ ചിട്ടികൾ മുതൽ സഹകരണ ബാങ്കുകൾ, സർക്കാർ, സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന ചിട്ടികൾ എന്നിങ്ങനെ പല തരത്തിലുണ്ട്. ചിട്ടിയുടെ പേരിൽ ചതിക്കുഴിയൊരുക്കി കാത്തിരിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. അതിനാൽ തന്നെ ശ്രദ്ധയോടെ വേണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. പരമാവധി ചിട്ടികൾക്കായി KSFE പോലെയുള്ള സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കുന്നതാവും നല്ലത്. ഫോർമാലിറ്റികൾ അല്പം കൂടുതലാണെങ്കിലും ഇവിടെ നിങ്ങളുടെ പണം സുരക്ഷിതമായിരിക്കും. പെട്ടെന്ന് ഒരു ചിട്ടിയിൽ ചേർന്ന് വീടുപണി നടത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാമ്യം, വീടിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ ആധാരം, സ്വർണം എന്നിവ ഈടായി വെച്ച് നിങ്ങൾക്ക് ചിട്ടി ലേലത്തിൽ പിടിക്കാവുന്നതാണ്. ചിട്ടിയായാലും ഹോം ലോൺ ആയാലും ഈ രണ്ടു മാർഗങ്ങളും താരതമ്യേന നല്ലത് തന്നെയാണ്. നിങ്ങളൊരു മാസ ശമ്പളക്കാരനും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളോട് കൂടിയ വീടും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോം ലോൺ ആയിരിക്കും ഉചിതം. മറിച്ച് നിങ്ങൾ ഘട്ടം ഘട്ടമായി വീടുപണി തീർക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ചിട്ടിയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉചിതം.